ഇവിടുത്തെ പാൻറ്റിന് സിബല്ല ബട്ടൺസ് ആണ് കേട്ടോ. അംബാനി വൈബാ. അംബാനി മൂടാ. കിട്ടിയാ? എത്ര എടുത്ത്? പറഞ്ഞ ഇതെടുത്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ടുണ്ട്. ബർഗർ ബർഗർ ബർഗർ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയ കുറച്ച് സാധനങ്ങൾ ലൈക്ക് ഗ്രോസറി ആൻഡ് കുഞ്ഞിന് കുറച്ച് ജീൻസ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ലേറ്റായി ഇറങ്ങാനായിട്ട് ഇപ്പം തന്നെ കടയൊക്കെ അടക്കി. 4 മണി സൺഡേ. എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. ഞാനിപ്പോൾ അത് ഉറങ്ങി എണ്ണിട്ടിട്ടേ ഉള്ളൂ. തുറക്കല്ലേ? നമ്മൾ ഡെയിലി പോണ വഴി ക്ലോസ് ആണ്. സൺഡേ ബസ് സ്റ്റോപ്പ് ക്ലോസ് ആണ്. ബസ് സ്റ്റോപ്പിൻ്റെ അതുവഴിയാണ് അതാ അവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി വരും. എസ്കലേറ്റർ കയറി നേരെ മേലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ ആദ്യമായിട്ടില്ലേ അപ്പോൾ അത് ക്ലോസ് ആണ്. സൺഡേ ക്ലോസ് ആയതുകൊണ്ട് ലിഫ്റ്റ് കയറി വേണം പോകാം. അപ്പം ബാക്കി അകത്തോട്ട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ നേരെ എങ്ങോട്ടാണ് ഇപ്പോൾ പോണത്? ഫസ്റ്റ് പ്രൈമാർക്കിലോട്ടാണ് പോണത്. അവിടെ പോയി കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഇതാണ് പ്രൈമാർക്ക്. പിന്നെ സൈഡിലോട്ട് കുറച്ച് കടകളല്ലാതെ ഉണ്ട്. അങ്ങനെ കടയിലെത്തി കുഞ്ഞിതാ ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര സമയം എടുക്കുന്നൊന്നും അറിയില്ല. കുഞ്ഞിന് പൊതുവെ ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര താമസമാണ് എന്നെക്കാളും. അല്ലേ? എന്ത് അല്ലേ? സത്യല്ലേ? ആര് പറഞ്ഞു? ചുമ്മാതാ ഗൈസ്. കുഞ്ഞ് നല്ല ടൈം എടുത്ത ഡ്രസ്സ് നോക്കി എടുക്കുള്ളൂ. കുഞ്ഞിതാ കഴുത്തിലൊക്കെ വെച്ച് ജീൻസിൻ്റെ സൈസൊക്കെ നോക്കുവാണ്. ഏതാണ് സൈസ് കൂടിയാ? കിട്ടിയാ? എത്ര എടുത്ത്? 2, 3, 4, 5. അങ്ങനെ കുഞ്ഞ് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് നോക്കണം സൈസാണോ അല്ലയോ എന്ന്. ട്രയൽ റൂമിലോട്ട് പോവാണ്. ഓടാതെ പതുക്കെ പോ. കുഞ്ഞു പോയി എല്ലാം ട്രൈ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ പോയി എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. കുഞ്ഞ് വരുന്നുണ്ട്. ആരെ കുഞ്ഞ് കൈയെടുത്തൊക്കെ കാണിക്കണേ. കിട്ടിയാ? എവിടെ നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? കറക്റ്റാ? ഇതെന്താ കുത്തിയിരിക്കണേ? കേട്ടില്ല. എന്താ? ഓ, എന്താ ചെയ്യണേ? ഇവിടുത്തെ പാൻറ്റിന് സിബല്ല ബട്ടൺസ് ആണ് കേട്ടോ. കഷ്ടം തന്നെ ഗൈസ്. ചേഞ്ച് റൂം വരെ പോകാൻ വയ്യാഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇട്ട് നോക്കണം. കൊള്ളാം. തനി മലയാളി. ഇവിടെ ഇട്ടിട്ട് ഈ ഷോർട്സ് കൂടെ കൊണ്ട് കറക്റ്റ് സൈസ് അറിയാൻ പറ്റില്ല. ഓക്കെ, അറിയാൻ പറ്റില്ല. പോയിട്ട് വായോ? വരല്ലേ? ഓ, വരണം. കൊള്ളാമോ അത്? കൊള്ളാം. സൈസ് കറക്റ്റ്. കളറ് ഓ എടുക്കാം. അത് കൊള്ളാം. ചേരുന്നുണ്ട്. എനിക്കെല്ലാം ചേരുമല്ലോ. ഏതാ? ഓ ഏത് പൊളി മൂടാ? അംബാനി വൈബാ. അംബാനി മൂഡ്. നമുക്ക് ഇത് മാറ്റാം, ഇതെടുക്കാം. ഓക്കെ, ഇത് ഫുള്ളിൻ്റെ കൂടെ കളയ കാരണം ഇത് കുഴപ്പമില്ല. ഇതെടുക്കാം. ഇതായിട്ടോ. നീ എന്താ നോക്കണത്? ഉടുപ്പ് നോക്കണം. ആയിരിക്കും? എനിക്കാ? നിനിക്കാ? അത് നിങ്ങളുടെ സെക്ഷൻ. ആമ്പിള്ളേരുടെ സെക്ഷനിലാണ് തോന്നുന്നു കൂടുതൽ സെലക്ഷൻ ഉള്ളത്. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാല്ലേ? ഇത് കുറച്ച് വലുതായിരിക്കും. എന്തിനാണാവോ? കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് നല്ല കാര്യങ്ങൾ? പോവാൻ. അപ്പം ഞാനിപ്പോൾ ഒരു
ജിമ്മിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം വർക്കൗട്ട് ചെയ്യാൻ ഇവള് മറന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം എന്താണ് അവസ്ഥയെന്ന്. പടം നയിക്കണ വീരനോ? പെട്ടെന്ന് ഇവിടെ ഉണ്ടല്ലേ ടീഷർട്ട്. ഇതെടുക്കാല്ലേ മറ്റേത് മാറ്റിയിട്ടാണ്. ഓക്കെ, എനിക്ക് സൈസ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ അത് അവിടെ പോയി എടുത്തത്? സൈസൊക്കെ കിട്ടും, പക്ഷെങ്കിൽ ഇറക്കം കാണില്ല. ഇവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മിക്ക സാധനങ്ങൾ എടുത്തിട്ടുള്ളത്, തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എന്താ പുറത്തോട്ട് ചാടണം, ബില്ല് ചെയ്യാൻ പോണം. ബില്ലടിക്കാൻ വെളിയിൽ കയറാൻ കട ഉണ്ടെങ്കിൽ അടുത്ത പർച്ചേസിന് കയറാൻ നേരെ വീട്ടിൽ പോകും. ഒട്ടും തിരക്കില്ല ഗൈസ്, നല്ല തിരക്കുണ്ട്. സോ നമുക്ക് അടുത്ത ബില്ലിംഗ് സെഷനിൽ പോയി നോക്കാം. നല്ല തിരക്കാണ്, അപ്പം നമുക്ക് താഴെ പോയി നോക്കാം അവിടെ തിരക്കുണ്ടോ ഇല്ലയോ. അവിടെ മെല്ലെ തിരക്ക് കൂടാനേ ചാൻസ് ഉള്ളൂ, കാരണം ഫുള്ള് ലേഡീസ് സെക്ഷനാണ് അവിടെ ഫുള്ള് തിരക്കാണ്. കാരണം നമ്മളൊക്കെ അറിയാമല്ലേ പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുറേ സാധനം എടുത്തിട്ട് ബില്ലടിക്കാൻ പോകും. അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ ബില്ലടിച്ചിട്ട് അപ്പം ഇവിടെ പോവാം. ഇതെന്താ ഇതെവിടെയാ ഓടി ഓടി പോണേ? ഇവിടെ തിരക്കില്ല, ഇവിടെ തിരക്ക് കുറവ്. ഇതെന്തിനാണെന്ന് വല്ല ഐഡിയ ഉണ്ട് അതൊക്കെ? അമ്മം പെപ്സിയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ. ചെറിയ പക്ഷേ ഇത് സാധനം കണ്ടോ, ലിപ് ബാം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പലതരം ലിപ് ബാം കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ലിപ് ബാം ആദ്യമായിട്ടാണ്. അങ്ങനെ ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഇനി അടുത്ത് എങ്ങോട്ടാണ്? നമുക്ക് അവിടെ ഹെഡ്സെറ്റ് നോക്കണമെന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പം നമ്മളെ താഴത്തെ പ്രൈമാർക്കിലെ പർച്ചേസിങ് എല്ലാം ഏകദേശം കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു പൈസ പോട്ടെ, പണം പോയി പവർ വരട്ടെ ഇതാണ്. അപ്പം ഇനി അടുത്ത കട ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അപ്പം നമ്മൾ ഹെഡ്സെറ്റ് നോക്കാനായിട്ട് അടുത്ത വേറെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് അടുത്തത് സംഭവം ഹെഡ്സെറ്റ് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ടുണ്ട്. ഇതെന്താ ബർത്ത്ഡേ ഗിഫ്റ്റാണോ? അതെ, ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്. നമ്മുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടില്ലായിരുന്നു, അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇത് തന്നിട്ടുണ്ട്. താങ്ക് യു, വെൽക്കം. അങ്ങനെ ഇവിടുന്ന് ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട് 2 എണ്ണം. അങ്ങനെ എടുക്കാം. അങ്ങനെ ടെസ്കോയിൽ വന്നൊരു ചിക്കൻ എടുത്തു. ബില്ലില്ലേ? വേറെ ഒന്നുമില്ലല്ലോ. വേറെന്തെങ്കിലും വേണോ? ഓക്കെ. അങ്ങനെ ഒരുവിധം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. നല്ല കാറ്റുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നടന്ന് ആ ചുമന്ന ബോർഡിൽ അപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വേറെ എവിടെ അല്ല, ബോർഡ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. KFC-യിലെത്തി. എന്തോ ഓർഡർ ആക്കാനോ? ബർഗറോ? ഓക്കെ, ബർഗറാണ്. മീൽ. ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. നമ്പർ ഇതാണ് 5096. വിശക്കണോ? ഇപ്പോൾ വരും ഫുഡ്. നല്ല വിശപ്പ്. ഉണ്ടാക്കാൻ ഞാൻ പിന്നെ മടിച്ച് ഉണ്ടാക്കാൻ. ഞാൻ വിചാരിച്ച് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും. അങ്ങനെ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബർഗർ. ബർഗർ എങ്ങനെയുണ്ട് ബർഗർ? ഓക്കെ. അപ്പം തിന്നിട്ട് കാണുക. കുറച്ച് നേരത്തെ അക്രമത്തിന് ശേഷം എന്തരായി കഴിഞ്ഞില്ലേ? അപ്പം ഫുഡടി കഴിഞ്ഞു. ഇനി എങ്ങോട്ട്? വീട്ടിൽ പോകാം. അങ്ങനെ വീട്ടിലെത്തി. ഇനി ഫുഡ് കുക്ക് ചെയ്യണം കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വന്ന് കയറി അടുത്ത തുടങ്ങി.
ചോക്ലേറ്റ് ഇങ്ങനെ തിന്നോണ്ടേ ഇരിക്കണം എപ്പോഴും. സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നാളെ ഇന്നുകൂടെ തന്നെ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. നാളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫുഡൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ തന്നെ ഉള്ളൂ. കാണുന്നവരെ ബൈ ബൈ. ബൈ.